ഞാൻ ഓസ്ട്രേലിയയിൽ കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. ഒരു 24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സ്പോർട്സിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയും എൻ്റെ മുട്ടിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം എനിക്ക് മുട്ടിനെപ്പോഴും വല്ലാത്ത നീരും വേദനയുമായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ അടിയിൽ ഒരു താങ്ങ് പോലെ വെച്ചുകൊണ്ടായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. എൻ്റെ ജോലിയെ ബാധിക്കുമായിരുന്നു ഈ വേദന, നടപ്പിനെ ബാധിക്കും, എൻ്റെ ഡെയിലി ലൈഫിലെ ഓരോ കാര്യങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കുമായിരുന്നു. സ്ഥിരോഗ വിദഗ്ധനമായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്താണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പല ഡോക്ടർമാർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എങ്കിൽ വേദനയ്ക്കൊരു ഗുളിക തരിക, അല്ലെങ്കിൽ തേക്കാൻ എന്തെങ്കിലും മരുന്ന് തരിക, അല്ലെങ്കിൽ ഉള്ളത് ഓപ്പറേഷനാണ്. ഈ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു. പല ആൾക്കാർ വീട്ടിൽ പഠിക്കൽ ഈ കൃപാസന പത്രം കൊണ്ടുവന്ന് വെച്ചിട്ടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ ഞാൻ അവർക്ക് എന്തൊരു വിവരക്കാട്, മനുഷ്യന് വെളിവില്ലാതെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക. കൃപാസനത്തോട് എനിക്ക് അത്രയേറെ വെറുപ്പുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഈ അച്ഛനും ഇവിടെയുള്ള ഈ സ്ഥാപനം കൂടി ക്രിസ്ത്യാനികളോടും ക്രിസ്തുമതത്തോടും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി എന്തിനെങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വഴിക്ക് വരരുതെന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു അമ്മയും 2 പെൺമക്കളും എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് കൃപാസന പത്രമായിട്ട്. അപ്പോൾ എനിക്ക് ഇത് വളരെ വെറുപ്പുള്ളൊരു സംഭവമാണ്. പക്ഷേ എങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നവരെന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ കേട്ടു. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, സഞ്ചാരി മാതാവാണ് കൂടെ വരും. ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചാരി മാതാവ് എന്നൊരു പദം കേൾക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പൊൻകുന്നത്ത് നിന്ന് ഇവിടെ കൃപാസനത്തിലെത്തി. അപ്പോഴാണ് കേട്ടത് ഉടമ്പടി എടുക്കാനുള്ളവർ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെല്ലും. അപ്പോൾ ഇതൊന്ന് കാണാമെന്നോർത്ത് ഞാൻ മേലെ ചേർച്ച് ചെന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ക്ലാസ് അവിടെ നടക്കുന്നു. കേട്ടിട്ട് എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ആ സമയത്താണ് അവിടെ പറയുന്നു, ഇത്ര ടോക്കൺ നമ്പർ വരെയുള്ളവർ കൈ ഉയർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ടോക്കണിലില്ല, ഞാൻ പൊക്കോളാം. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നിങ്ങളവിടെ ഇരുന്നു, ഞങ്ങൾ ടോക്കൺ കൊണ്ടുവന്നുതരാം. അവരവിടുന്ന് എനിക്കൊരു നമ്പർ കൊണ്ടുവന്നു. നിയോഗം എഴുതാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊന്നും എഴുതാനില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് എഴുതുക. എന്നാൽ ഒരെണ്ണം തീർന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാനത് ആദ്യം എഴുതി വെച്ചു. ഭാര്യയും എൻ്റെ മമ്മിയും എന്നോട് പറഞ്ഞു, നിനക്ക് മുട്ടുവേദനയുള്ളല്ലോ, അത് എഴുതി വെക്ക്. അപ്പം ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. പല ഡോക്ടർമാരും നോക്കിയിട്ട് നടക്കാത്ത കേസ് ഇപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് മാതാവ് ചെയ്യുമെന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ആ സമയത്താണ് അവിടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന കാര്യം എന്ന് കരുതുന്ന കാര്യം എഴുതുക. ഞാനപ്പം സംഭവിക്കാത്ത കാര്യമാണ്. ഇത് 20-22 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ്. ഞാനിത് എഴുതി വെച്ചു. ഞാൻ മാതാവിനെ പറ്റിച്ച് 6 നമ്പർ വിട്ട് എനിക്ക് ഉള്ളിൽ തോന്നിയതെല്ലാം എഴുതി വെച്ചു. തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉള്ളിൽ കരുതി 90 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, എങ്ങനെ ഇത് ഒപ്പിച്ച് തീർക്കാം, അത് കഴിയുമ്പോൾ പരിപാടി തീർന്നല്ലോ എന്ന് കരുതിയാൽ ഞാൻ ഇപ്പം 2 വർഷത്തിന് മേലെയായിട്ട് ഈ ഉടമ്പടിയിൽ തന്നെയാണ്. സിഡ്നിയിൽ ചെന്നു. സിഡ്നിയിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡ്രൈവ് ചെയ്ത് 350 കിലോമീറ്റർ മിച്ച ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. എനിക്ക് ഉള്ളിൽ വെറുപ്പ് തോന്നിയവരോടൊക്കെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനകൾ തുടർന്നു. എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇപ്പം മുട്ടിൻ്റെ വേദന എങ്ങനെയുണ്ട്? അന്നേരമാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. തിരികെ എഴുന്നേൽക്കൊക്കെ പലതവണ ചെയ്തു. കരാട്ടയ്ക്കകത്തുള്ള എക്സസൈസ് പോലെ, സൈഡ് സിറ്റ് പോലുള്ള എക്സസൈസുകളൊക്കെ കുറേ ചെയ്ത് നോക്കി. കാലുകൊണ്ട് കുറേ കിക്കെല്ലാം ചെയ്ത് നോക്കി. എനിക്ക് യാതൊരു വേദനയില്ല. ഭയങ്കര അത്ഭുതം തോന്നി. 2 വർഷങ്ങൾക്ക് മേലെയായിട്ട് എനിക്കിപ്പോൾ മുട്ടുവേദനയില്ല.